നമ്മൾ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് പിന്നെ കാണാതായ ഒരു വസ്തുവാണ് നമ്മുടെ കത്രിക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വാർഡ്രോബ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ വരുമല്ലോ. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കവറുണ്ട്. ഒരു വാക്ക്-ഇൻ ക്ലോസറ്റ് ആണിത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിവിടെ ഒരു സാറ്റർഡേ ആണ്. അപ്പം ഞങ്ങൾ സാറ്റർഡേ ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് ലഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ നേരെ ഐക്യയിലേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ റീസെൻ്റ് ആയിട്ടാണ് പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു നമ്മൾ കുറേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം കുറച്ച് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളും നമ്മുടെ ക്രോക്കറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസും പിന്നെ മിററൊക്കെ നോക്കണം, ഐക്യയിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കണം. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇന്നത്തേത്. നമ്മുടെ ഇവിടെ UK ഐക്യ, പിന്നെ ഡൺലം, പിന്നെ അതുപോലെ തന്നെ ഹോം ബേസ്, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് പോയിട്ട് നോക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഡൺലമിൽ എല്ലായിടത്തും ഞങ്ങളിങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അഫോർഡബിളും ബെസ്റ്റും ആയിട്ടുള്ള ഓപ്ഷൻ എവിടെ കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഐക്യയിൽ എന്തായാലും കുറച്ച് നമ്മുടെ ഈ ബൗൾ സെറ്റ് അങ്ങനത്തെ ക്രോക്കറി ഐറ്റംസും പിന്നെ മിററും ഒക്കെ നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും വിശാഖും കൂടി വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ചെറുതായിട്ടൊരു നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ ഇന്ന്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഫുള്ളും മഴയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നല്ലൊരു സണ്ണി ഡേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒട്ടും മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. വെറുതെ വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ ഐക്യയിലേക്ക് പോവാണ്. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ ഓട്ടം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ലത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനിനി ക്യാമറ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ ഐക്യയിൽ എത്തി. ഇവിടെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് സാധാരണ വരുമ്പം. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് രാത്രി വരെ ഉണ്ട് കേട്ടോ. നമുക്ക് സൺഡേ ആകുമ്പോഴത്തേക്കും എല്ലാം നേരത്തെ ക്ലോസ് ചെയ്യും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടയ്ക്കും. അപ്പം സാറ്റർഡേ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ സൂപ്പർ മാർക്കറ്റും അതുപോലെ ഇങ്ങനത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ നല്ല തിരക്കായിരിക്കും. ഇവിടെ നമ്മുടെ UK ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK എന്നല്ല, ഒരുവിധം എല്ലായിടത്തും ഫോറിൻ കൺട്രീസിലൊക്കെ എല്ലാം ഇങ്ങനെ ഫിക്സിങ്ങും കാര്യങ്ങളും എല്ലാം, ഇപ്പോൾ വാർഡ്രോബ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ സ്വന്തമായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഫിക്സിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലേ സാധനങ്ങളൊക്കെ. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഫിക്സ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ഞങ്ങൾ അധികം ഫർണിച്ചേഴ്സ് ഒന്നും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ വീടെടുത്തപ്പം നമുക്ക് സാധനങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം വേണം. അപ്പോൾ ഇപ്പോൾ എല്ലാം ഇങ്ങനെ ABCD പോലെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കുറച്ച് തല പുകഞ്ഞ് ആലോചിച്ച് എല്ലാം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് കുറച്ച് യൂസ്ഡ് ആയിരിക്കും ഇതെല്ലാം. പക്ഷെ നമുക്കിതൊക്കെ പുതിയ കാര്യമാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വലിയ ബഞ്ചായിട്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ കൂടുതലും ഡിസംബറൊക്കെ ആകുന്നതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ ഇപ്പോൾ സെയിലിൽ പോവാണ്. സെയിലല്ല, ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ ഇപ്പം ഒരുപാട് കാണാനുള്ളത്. അപ്പം കൂടുതലും ക്രിസ്മസ് തീമിലൊക്കെ സാധനങ്ങളാണ് നമ്മൾ എവിടെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് കുഷ്യൻ കവറും ഒക്കെ എല്ലാം ക്രിസ്മസിൻ്റെ തീമിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്കെല്ലാം ഐക്യയിൽ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല എലഗൻ ലുക്കിലും പിന്നെ നല്ല കോസി ലുക്കിലും ഒക്കെ നമുക്ക് സാധനങ്ങൾ നമുക്ക് ഐക്യയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. എനിക്കതുകൊണ്ട് ഐക്യയിൽ പോയിട്ട് ഇവിടുത്തെ ഈ ഡെക്കറേഷൻസ് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്.
ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെ റൂമിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതൊക്കെ പറ്റും. അതായത് നമുക്ക് ഓരോ വാർഡ്രോബിലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെ മിററിൻ്റെ ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ, അതൊക്കെ നല്ല നല്ല രസമാണ്. നമുക്ക് ഐക്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അങ്ങ് എടുക്കാൻ തോന്നും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കുകയാണ്. നമ്മൾ 3-4 പ്രാവശ്യം പോയി നോക്കിയാലേ നമ്മൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബെഡ്റൂംസിൻ്റെയും ലിവിങ് സ്പേസിൻ്റെയും കിച്ചൻ്റെയും ഒക്കെ മോഡൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം അവരുടെ വീട്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താ, ഇതുപോലെ ടൈൽസ് ആണെങ്കിലും അതുപോലെ വാൾ ടൈൽസും അതുപോലെ ഫ്ലോർ ടൈൽസും ഒക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ നടന്ന് 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 എടുത്തോ അത് നമ്മുടെ ബെഡിൻ്റെ ഒക്കെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് പണ്ട് നമ്മൾ വന്നിട്ട് ബെഡൊക്കെ മേടിക്കുന്നതിന് മുന്നേ വന്നിട്ട് ഒരുവിധം എല്ലാ ബെഡിലും ഇരുന്ന് നോക്കിയിട്ടുള്ളതാണ്. നമ്മളിവിടെ നല്ല ബെഡും ബെഡ് ഫ്രെയിമും ഒക്കെ മേടിച്ചത് ഇവിടെ നല്ല, കാരണം ഇവിടെ ഓപ്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. ഉണ്ട്, പക്ഷെ എന്നാലും കളർ ഓപ്ഷൻസൊക്കെ കുറവായിരുന്നു. പിന്നെ ഓൺലൈൻ്റെയൊക്കെ നമുക്ക് പ്രൈസ് ശരിയാവത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം എല്ലാ ബെഡിലും ഇവിടെ ഇരുന്ന് നോക്കിയിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാനാണ് വന്നത്. അത് ഞാൻ മേ ബി ഈ വീഡിയോയുടെ എൻഡിലോ അല്ലെ അടുത്ത വീഡിയോ ആയിട്ടോ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കേട്ടോ. ഇവിടെ ഞാൻ പണ്ട് വന്ന് കണ്ണ് വെച്ചിട്ട് പോയൊരു സ്ഥലമാണ് കേട്ടോ. ഒരു വാക്കിൻ ക്ലോസറ്റാണിത്, കണ്ടോ, ഒരു വാക്കിൻ ക്ലോസറ്റാണിത്, അല്ലെങ്കിൽ വാക്കിൻ വാർഡ്രോബ് എന്നും പറയാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കുറേ കണ്ണ് വെച്ചിട്ട് പോയതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത്രയും വലുതായിട്ട് ചെയ്യാനുള്ളൊരു, കണ്ടോ എന്ത് ഭംഗിയല്ലേ, ഇത്രയും വലുതായിട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല നമ്മുടെ വീട്ടിൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. നല്ല രസമുണ്ട്. ആക്ച്വലി അത് യു എസിൻ്റെ ഒരു അമേരിക്കൻ രീതിയാണത്. നമ്മുടെ UK അതിനുള്ള സ്പേസ് അത്രയും വീടിന് കാണാറില്ല പൊതുവെ, അതാണ് കുഴപ്പം. അല്ലെ നമ്മളൊരു ബെഡ്റൂം തന്നെ നമ്മൾ വാക്കിൻ വാർഡ്രോബ് ആക്കണം. എന്നാലും ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ വാക്കിൻ വാർഡ്രോബ് ആക്കാൻ, അല്ലേ, പറ്റുന്ന പോലെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വാർഡ്രോബ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാർഡ്രോബ് നമുക്ക് ഐക്യയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പല ടൈപ്പ് ഉണ്ട്, സ്ലൈഡിങ് ഡോറിൻ്റെ ഉണ്ട്, പിന്നെ അല്ലാതെ ഇങ്ങനത്തെ ഡോറിൻ്റെ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കുറേ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇത് ഫുള്ളും വാർഡ്രോബിൻ്റെ സെക്ഷനാണ്. ഞങ്ങൾ കുറേ വന്ന് നോക്കിയിട്ടുള്ളതാണ്. ഇന്നും ചുമ്മാക്കി ഒന്ന് നോക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഡിസൈൻ ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇതിങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും അടുക്കലുണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സ്ഥലം. ഞങ്ങൾ പണ്ട് വന്ന് കുറേ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്ര നേരം നമ്മൾ ഷോറൂം കണ്ടതേ ഉള്ളൂ, ഇനി ഷോപ്പിംഗ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ അതുപോലെ ഗാർലിക് ബ്രെഡ് ഉണ്ട്, പിന്നെന്താ പ്ലാൻ ബോൾസ് ഉണ്ട്, വെജി ബോൾസ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വെജിറ്റബിളിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും നല്ല ഹാപ്പിയായി കേട്ടോ. കാരണം നല്ലോണം വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലാൻ ബോൾസും പിന്നെ അതുപോലെ തന്നെ കീന ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വീഡിഷ് സോസും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ ഓണിയൻ റിങ്സും മേടിച്ചു. പിന്നെ ഈ 2 ഡെസേർട്ട്സ് ഉണ്ടല്ലോ, ഒരെണ്ണം ചീസ് സ്ട്രോബെറിയും ഒരെണ്ണം ചോക്ലേറ്റിൻ്റെ ആയിരുന്നു. അത് രണ്ടും മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഓവർ മധുരമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മധുരമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. വിശാഖ് മധുരം കഴിക്കാത്ത വിശാഖ് പോലും അത് 3-4 തവണയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് രണ്ടും. അപ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ ഐക്യയിൽ പോകുമ്പം അത് 2 കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ.
ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച പ്ലേറ്റൊക്കെ നമ്മളിതാ ഈ ഒരു മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തനിയെ വാഷിംഗ് ഏരിയയിലോട്ട് പോകും. ഇത് ഞാൻ വീഡിയോ എടുത്ത് വെക്കാൻ കാരണം വേറൊന്നുമല്ല, ഇത്രയും ആൾക്കാർ വരുന്ന വലിയൊരു ഷോപ്പായിട്ട് പോലും എത്ര വെൽ ഓർഗനൈസ്ഡ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളിതാ നമ്മുടെ റിയൽ ഷോപ്പിംഗ് തുടങ്ങുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അത്യാവശ്യം വേണ്ട ലൊട്ടിലൊടുക്ക് സാധനങ്ങളാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോകുമ്പോഴത്തേക്കും ദാ ഇവിടെ ഫുള്ളും ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ അതൊക്കെ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാണ്. പക്ഷേ ഐക്യയിലല്ല, കൂടുതലും നമുക്ക് അല്ലാത്ത ബ്രിട്ടീഷ് ലോക്കൽ ഷോപ്സിലൊക്കെ കൂടുതലും നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലിങ്ങിൻ്റെ അവിടെ വന്നപ്പോഴാണ് വമ്പൻ ക്യൂ ആയിരുന്നു. അവിടെ നമുക്കൊരു 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്ന എല്ലാവരും ബൾക്കായിട്ടാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പ്ലേറ്റ്സും ഞാൻ പറഞ്ഞില്ലേ ക്രോക്കറി ഐറ്റംസ് ഒക്കെ, അതൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. സോറി, വഴി തെറ്റിപ്പോയി ഗൈസ്. അപ്പം നമ്മൾ ഇനിയിപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗായിരുന്നു. എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് ഞാൻ ചിലപ്പം ഒന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇനിയും നമ്മൾ ഐക്യയിൽ വരുന്നുണ്ട്, ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം, നോക്കാം. അപ്പം എന്തായാലും നമ്മൾ ഐക്യയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാനിപ്പം സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്കിനിയും വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാറിനകത്ത് കയറ്റണം. വിശാഖനെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇനിയും അടുത്തൊരു വ്ലോഗായിട്ട് കാണുന്നതിന് വരെ ടിൽ ദെൻ ബൈ ബൈ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും കൂടെ കാണാം. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഗ്രേറ്ററാണ് മേടിച്ചത്. എനിക്ക് ഗ്രേറ്റർ ഇല്ലായിരുന്നു, അപ്പം ഇതൊരെണ്ണം കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇതിങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വരുമല്ലോ, അപ്പോൾ അതിങ്ങനെ കവർ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കവറുണ്ട്. ഒരു സിലിക്കയുടെ ഇങ്ങനെ വലിഞ്ഞ് ഇതാവുന്ന ഒരു കവറുണ്ട്. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ ഇരിക്കും, കണ്ടാൽ മനസ്സിലാവുമല്ലോ. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂടി വെക്കുന്നത്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് പിന്നെ കാണാതായ ഒരു വസ്തുവാണ് നമ്മുടെ കത്രിക. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ക്ലിപ്സാണ്. ഇങ്ങനത്തെ പല ഇതിലുള്ള പല മെഷർമെൻറ്റിലുള്ള ക്ലിപ്പ് ഇങ്ങനെ വാങ്ങിച്ചു. നമ്മൾ എന്തെങ്കിലുമൊക്കെ തുറന്നിട്ട് അടച്ചു വയ്ക്കുന്ന ക്ലിപ്പ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ബൗൾ സെറ്റാണ്. ഒരു ബൗളും പ്ലേറ്റും കപ്പും. അപ്പം അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ ഒരു കളറൊക്കെ ഇങ്ങനത്തെയാണ്. ഇത് 4 ബൗള് മേടിച്ചു, 4 പ്ലേറ്റ് മേടിച്ചു. പിന്നെ ഈ 2 കപ്പും വാങ്ങിച്ചു. സെയിം കോമ്പിനേഷൻ, സെയിം കളർ തന്നെ. പിന്നെ നമ്മളിങ്ങനെ കുഞ്ഞ് ജാറാണ് വാങ്ങിച്ചത്. ഇങ്ങനെ ചെറിയ ജാർ ഞാൻ പിന്നെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ അത് കാണിക്കാം. ഇത്രയും വലുപ്പമുള്ള ഒരു ചെറിയ ജാർ, നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ ചെറിയ ജാർ മേടിച്ചു. ഇത് 4 എണ്ണം. ഇത് 4 എണ്ണത്തിന് 4 പൗണ്ട്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് വലുതും മേടിച്ചു, ചെറിയൊരു വലുപ്പമുള്ളതും കൂടി മേടിച്ചു. സെയിം തന്നെ, കുറച്ച് വലുപ്പമുള്ളത്. ഇതിന് 6 പൗണ്ട്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച 2 കപ്പാണ്. ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. 2 നല്ല കളറാണ് കേട്ടോ. നല്ല കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡെയിലി കോഫി ടീ ഒക്കെ കുടിക്കാൻ. പിന്നെ ഇത് 2 കുഷ്യൻ കവറാണ്. കുഷ്യനും മേടിച്ചു. ഇങ്ങനത്തെ 2 കുഷ്യൻ മേടിച്ചു, ചെറിയ 2 കുഷ്യൻ. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതിന് കോമ്പിനേഷൻ, അതിന് കവറ് നമ്മളൊരു യെല്ലോ കളറാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ലാസ്റ്റാണ് ഇത്. ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓഫീസ് റൂമിലേക്ക് മേടിച്ചാണ്, വർക്കിംഗ് റൂമിലേക്ക് മേടിച്ചാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർഫോൺ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിക്ചറൊന്നും ഇതുപോലെ ഇരിക്കും. ഇതിന് എത്ര 12 പൗണ്ട്സ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് വാങ്ങിച്ചതാണ്.
ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ തൂക്കിയിടാം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഐക്കിയെന്ന്. ക്യുക്ക് ഒരു ഷോപ്പിംഗ് ആയിരുന്നു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളായിരുന്നു. അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. ഞാൻ ഒന്ന് ബൈ ബൈ പറഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൂടെ ക്യുക്കായിട്ട് കുറച്ച് സാധനങ്ങളുള്ളൂ, അപ്പോൾ പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ അതുവരേക്കും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ചേട്ടാ.